ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സി പ്രോഗ്രാം പഠിക്കാം. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഡാറ്റ റീഡ് ചെയ്യാം, അതേപോലെ ഒരു മെസ്സേജ് എങ്ങനെ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു രണ്ട് വേരിയബിളിലോട്ട് ഡാറ്റ റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ ആ ഡാറ്റയിൽ പെർഫോം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് ഓൾറെഡി റെഡിയാണ്. നമുക്ക് ആ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. നമ്മുടെ ഫസ്റ്റ് ലൈൻ കോഡ് പറയുന്നത് #include stdio.h. അത് നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിനകത്ത് പ്രിൻ്റ് സ്കാൻഎഫും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കോഡ് നമ്മുടെ stdio.h എന്ന ഹെഡർ ഫയലിലാണ്. ആ ഫംഗ്ഷൻ കറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ #include ആ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഓഫ് കോഡ് പറയുന്നത് ഇൻറ്റ് മെയിൻ. നമ്മുടെ എല്ലാ സി പ്രോഗ്രാമിനും ഒരു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണം. ഞാൻ പറഞ്ഞു, എല്ലാ സി പ്രോഗ്രാമും ചെറിയ ചെറിയ കോഡ് ബ്ലോക്ക് ആയിട്ടാണ് എഴുതുക. അതിലൊരു നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും മെയിൻ എന്ന ഫംഗ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ലൈൻ അറിയുന്നത് ഇൻറ്റ് num1 num2, അതായത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. രണ്ട് ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഈ ഇൻറ്റീജർ വേരിയബിളിൽ നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് നമ്പർ ഈ രണ്ട് വേരിയബിളിലോട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് അതിൽ ആഡ്, സബ്ട്രാക്ഷൻ അങ്ങനത്തെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ലൈൻ ഓഫ് കോഡ് അറിയുന്നത് ഒരു പ്രിൻറ്റ് മെസ്സേജ് ആണ്. നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റർ 2 നമ്പർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. എന്നിട്ട് നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്ത് ആ രണ്ട് നമ്പറും റീഡ് ചെയ്തിടും. സ്കാൻഎഫ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ വേരിയബിളിൻ്റെ അകത്ത് നമ്പർ സ്റ്റോർ ആവും. പിന്നീട് ആ നമ്പർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ അഡീഷൻ അങ്ങനത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ രണ്ട് നമ്പർ ആഡ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. കൂടാതെ ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, അതേപോലെ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പർ അല്ലെങ്കിൽ എത്ര റിസൾട്ട് കിട്ടും, അങ്ങനത്തെ എല്ലാ ഓപ്പറേഷനും നമുക്ക് ചെയ്തു നോക്കും. സോ ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഒന്ന് ആഡ് ചെയ്യുക, അതേപോലെ സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിവിഷൻ. അത് കൂടാതെ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് സിസ്റ്റം കിട്ടും, മോഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓപ്പറേറ്ററും നമുക്ക് യൂസ് ചെയ്യാം. അതായത് രണ്ട് നമ്പറുകൾ ഇപ്പോൾ 11നെ 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം 1 ആണ് കിട്ടും. അങ്ങനത്തെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ നമുക്ക് ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എൻ്റർ 2 ഇൻറ്റീജർ എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ നമ്പർ 27 എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്പർ 5 എൻ്റർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും 27ഉം 5ഉം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 32 എന്ന വാല്യൂ കിട്ടും. ഇവിടെ കാണാൻ പറ്റും അഡീഷൻ. 27ഉം 5ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 32. അതേപോലെ 27ന് 5 കുറച്ചിട്ടുണ്ടെങ്കിൽ 22. മൾട്ടിപ്ലിക്കേഷന് 27 × 5 135. അതുപോലെ ഫൈനലി ഡിവിഷൻ 27/5 5 പ്രാവശ്യം. 27നെ 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം 2. ഇങ്ങനെയാണ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ സിയിലെ അരിത്തമെറ്റിക്കൽ ആഡ് ഓപ്പറേഷന് വേണ്ടി നമുക്ക് പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യാം, സബ്ട്രാക്ഷന് വേണ്ടി മൈനസ് സിമ്പിൾ യൂസ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർ യൂസ് ചെയ്യാം, ഡിവിഷന് / യൂസ് ചെയ്യാം. അതുപോലെ മോഡ്യൂൾ കാണാൻ നമുക്ക് പെർസെൻറ്റേജ്, അതായത് സിസ്റ്റം കാണാൻ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.